നമസ്കാരം. ഞാൻ കാവല ശശികുമാർ. ആരാണ് ഈ നന്ദൻ നിലേകാനി? കേട്ടിട്ടില്ലേ? ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണോ ഈ നിലേകാനിയെ ഇപ്പോൾ പരീക്ഷാ സംവിധാനങ്ങൾ, പൊതുപരീക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ക്രമക്കേടുകൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ നിയമ സംവിധാനങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഒരു കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ കർമ്മസമിതിയുടെ അധ്യക്ഷനാക്കി ഈ നന്ദൻ നിലേകാനി എന്ന് പറയുന്ന ഒരു ടെക്നോക്രാറ്റിനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു തെറ്റായ പ്രയോഗമല്ല, മോശത്തരത്തിലുള്ള പ്രയോഗമാണ്. അതായത് കുറ്റങ്ങൾ ചെയ്യുന്ന കൊലപാതകം പോലും ചെയ്യുന്ന ഭരണാധികാരിയെ അതിൻ്റെ തെളിവുകൾ പോലും ഇല്ലാതാക്കി മാറ്റുന്ന ചില മന്ത്രിമാർ അല്ലെങ്കിൽ സഹായികൾ എന്നുള്ള അർത്ഥത്തിലാണ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നൊരു പഴയ പ്രയോഗം ഉണ്ടായിരുന്നത്. അതായത് അവരെന്ത് ചെയ്താലും അതിനെല്ലാം ഒപ്പം നിൽക്കുന്ന ആളുകൾ എന്ന്, കിങ്കരന്മാരെന്ന് ഒരുപക്ഷെ വേറൊരു ഭാഷയിൽ പറയാൻ പറ്റും. പക്ഷേ നന്ദൻ നിലേകാനി എന്നും ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്നതല്ല. എന്നാൽ ചില ആൾക്കാരുണ്ട് അങ്ങനെ കേട്ടോ, ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ഈ ജനാധിപത്യ സംവിധാനത്തിലായാലും കൊള്ളാം, രാഷ്ട്രീയ മാറ്റം ഉണ്ടായാലും കൊള്ളാം, രാഷ്ട്രീയം ഏതായാലും കൊള്ളാം, ആര് ഭരിച്ചാലും ഏത് രാഷ്ട്രീയക്കാർ ഭരിച്ചാലും ശരി അവർ കൂടെ ഉണ്ടാവും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അത് അവരുടെ കഴിവ് കൊണ്ടോ അവരുടെ പ്രാഗൽഭ്യം കൊണ്ടോ അവരുടെ മിടുക്ക് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല അവർ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നത്. അവർ നേരത്തെ ഈ പറഞ്ഞതുപോലെ കുഴപ്പം കാണിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും കുഴപ്പം കാണിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ കൂട്ടായിട്ട് ഉണ്ടാവുക. അങ്ങനെയാണ്. പക്ഷേ നന്ദൻ നിലേകാനി അങ്ങനെയുള്ള ആളല്ല എന്നുള്ളത് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ എന്താണ് നന്ദൻ നിലേകാനിയുടെ പ്രത്യേകത? നന്ദൻ നിലേകാനി ഇപ്പോൾ 71 വയസ്സുള്ള ആളാണ്. 1955 ജൂൺ 2 അദ്ദേഹം ജനിച്ചത്. ബാംഗ്ലൂരിലായിരുന്നു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മുംബൈ IITയിൽ നിന്ന് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി 26-ാമത്തെ വയസ്സിൽ, അതായത് 1981 26-ാമത്തെ വയസ്സിൽ ഇന്ന് ആഗോളതലത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഇൻഫോസിസ് എന്ന് പറയുന്ന IT സംവിധാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളായി, 7 പേരാണ് സ്ഥാപകന്മാരുണ്ടായിരുന്നത്. അതിൽ ഒരാളായി ഈ 26 വയസ്സുകാരൻ കൂടി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഗൽഭ്യം നമുക്ക് മനസ്സിലാവുന്നതാണ്. ലോകപ്രസിദ്ധനായ ശ്രീ NR നാരായണമൂർത്തിയാണ് ഇൻഫോസിസിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 6 പേരിൽ പ്രമുഖനായ ഒരാളായിരുന്നു. വാസ്തവത്തിൽ ഈ ഇൻഫോസിസ് എന്ന് പറയുന്ന ഇന്നത്തെ സ്ഥാപനം തുടക്കത്തിൽ ഒരു ചെറിയ IT സൊല്യൂഷൻ എന്ന് പറയല്ല, നമ്മൾ IT സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയായിട്ടുണ്ട്. സേവനം കൊടുക്കാതെ സേവനത്തെ പൈസ വാങ്ങുന്ന IT അല്ല, IT സ്ഥാപനം, അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ സേവനം കൊടുക്കുന്ന ഒരു ചെറിയ സംവിധാനം എന്ന നിലയിലായിരുന്നു സങ്കല്പം ഉണ്ടായിരുന്നതെങ്കിലും ഈ നന്ദൻ നിലേകാനിയുടെ ഒക്കെ സാമീപ്യം, അവരുടെയൊക്കെ സ്വാധീനം, അവരുടെയൊക്കെ ആശയത്തിൻ്റെയൊക്കെ ഫലമായി അതൊരു ആഗോള IT സംവിധാനമായി മാറുകയുണ്ടായി. അതിലൊരു വലിയ പ്രധാന പങ്ക് വഹിച്ച ആളാണ് നന്ദൻ നിലേകാനി. 2002 മുതൽ 2007 വരെ അദ്ദേഹം ഇതിൻ്റെ CEO ആയിരുന്നു, MD ആയിരുന്നു. 2009 അദ്ദേഹം ഈ ഇൻഫോസിസ് വിട്ടു. ഇൻഫോസിസ് വിടുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ ചെയർമാൻ ആയിരുന്നു, എന്ന് പറഞ്ഞാൽ ഉപാധ്യക്ഷൻ. അത്രമാത്രം ഉയർന്ന പദവിയിൽ അദ്ദേഹം എത്തുകയുണ്ടായി. 2009 അദ്ദേഹം പോയത് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യപ്രകാരം, കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലുണ്ടായ ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, തിരിച്ചറിയൽ സംവിധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു പുതിയ സംരംഭം ഏറ്റെടുത്താണ് അദ്ദേഹം പോയത്. UPA ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു അത്, 2009. ശ്രദ്ധിക്കണം, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് രാഷ്ട്രീയക്കാർ ആണെങ്കിലും ആര് ഭരിച്ചാലും ശരി ചില ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ ചില ആളുകളിലെ ഗുണമുള്ള ആൾക്കാർ, കഴിവുള്ള ആൾക്കാർ, അവരെയും ഈ ഭരണാധികാരികൾ കൃത്യമായി തെരഞ്ഞെടുത്ത് ആ സ്ഥാനങ്ങളിൽ നിയോഗിക്കും. അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വിവരങ്ങൾ പറയുന്നത്. 2009 അദ്ദേഹം അവിടെ ചെല്ലുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാകുന്നത്. UIDAI എന്ന് പറയുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അന്നത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ UPA ഗവൺമെന്റ് എന്ന് പറഞ്ഞ് നയിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. പ്രധാനമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അന്ന് ആ സർക്കാരിനെ നിയന്ത്രിക്കാൻ വേണ്ടിയെന്നോ നയിക്കാൻ വേണ്ടിയെന്നോ സഹായിക്കാൻ വേണ്ടിയെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന തരത്തിലൊരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി അതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് CPMന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. ഇതുപോലെ തന്നെ അതിനൊരു സമിതി ഉണ്ടായിരുന്നു, ഉപദേശക സമിതി ഉണ്ടായിരുന്നു സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രിക്കുന്ന സർക്കാരിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുണ്ടായിരുന്നത് സോണിയാഗാന്ധി ആയിരുന്നു. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ബാധിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിലാണ് അവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ അദ്ദേഹം ആ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചു. അതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന രാജ്യത്തെ ഏത് പൗരൻ്റെയും
ആധികാരികത തെളിയിക്കുന്ന ആധാർ കാർഡ് എന്ന് പറയുന്നത്. ആധാർ കാർഡിനെ കുറിച്ച് ഒത്തിരി വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആധാർ കാർഡിൽ നിന്ന് നമ്മൾ അംഗീകരിക്കുന്ന, സുപ്രീം കോടതി പോലും അംഗീകരിക്കുന്ന എല്ലാ രേഖകളും, പാസ്പോർട്ടിനേക്കാളും തെരഞ്ഞെടുപ്പ് കാർഡിനേക്കാളും മറ്റേത് കാർഡിനേക്കാളും അടിസ്ഥാനമായിട്ട് നമുക്ക് ഉള്ള ഒരു തിരിച്ചറിയൽ കാർഡാണ് ആധാർ കാർഡ്. ആധാർ കാർഡിന്റെ സേവനവും സർവീസും ഒക്കെ വളരെയേറെ മികച്ചതുമാണ്. അപ്പോൾ അദ്ദേഹം അതിന്റെ ചുമതലയേറ്റു, ആധാറിന്റെ ആവിഷ്കർത്താവായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാങ്കേതിക മേഖലയിൽ. 2014 വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. 2014 അദ്ദേഹം അവിടെ നിന്ന് പോയി. 2014 സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. 2014 തെരഞ്ഞെടുപ്പ് വന്നു, പുതിയ ഭരണ സംവിധാനം വന്നു, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ പുതിയ സർക്കാർ വന്നു. അതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഭരണത്തിന്റെ അവസാനമായി. അങ്ങനെ 2014 പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് നന്ദൻ നിലേകാനി ആ സ്ഥാനം ഒഴിഞ്ഞു പോവുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തെ പൂർണ്ണമായി ഒഴിവാക്കുവാൻ വേണ്ടിയോ അദ്ദേഹത്തെ അകറ്റി നിർത്തുവാൻ വേണ്ടിയോ ഒന്നും ശ്രമിക്കാതെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന സ്വപ്ന പദ്ധതിക്ക് ജീവൻ കൊടുക്കാനും അത് പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ള വലിയ നിയോഗം, ആ നിയോഗത്തിൽ മുഖ്യ ആളായിരുന്നു ഈ നന്ദൻ നിലേകാനി. നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. അതിനുശേഷം 2023 ലോക മഹാരാജ്യങ്ങളുടെ എല്ലാം കൂടി സംയുക്ത മഹാമേളയായിരിക്കുന്ന, മഹാസമ്മേളന വേദിയായിരിക്കുന്ന ഒരു G20, ആ G20യുടെ യോഗങ്ങളെല്ലാം നടന്നത്, അതിൻ്റെ ആതിഥേയരായിരുന്നത് ഭാരതമായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഭാരതം അങ്ങനെ ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആതിഥേയരായ സമയത്ത് ആ G20യിലെ പല വിഭാഗങ്ങളിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഉള്ള വിഭാഗത്തിൻ്റെ ഉപാധ്യക്ഷനായിട്ട് നന്ദൻ നിലേകാനിയെ നിയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പൊതുപരീക്ഷാ സംവിധാനം കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മസമിതിയുടെ അധ്യക്ഷനായിരിക്കുന്നു. പറഞ്ഞു വന്നത്, സാങ്കേതികമായി വിദഗ്ധനായിരുന്ന അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ അതിർത്തികൾക്കപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ പോലെയുള്ള ടെക്നോക്രാറ്റിനെ കണ്ടെത്തി ഭരണപരമായ കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നതിന് രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട വേറെ 2 കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ആളിനെ അല്ല നന്ദൻ നിലേകാനിയെ ആദ്യമായിട്ട് 2009 കേന്ദ്ര സർക്കാർ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അതിനുശേഷം 2014 രാഷ്ട്രീയത്തിൽ ഇറങ്ങി എതിരാളിയായി മത്സരിച്ച ആളിനെ ഇങ്ങനത്തെ ഒരു പദവിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോഴാണ് ഒരു സർക്കാരിൻ്റെ ഇൻറ്റഗ്രിറ്റി നമുക്ക് വ്യക്തമാകുന്നത്. 2014 പൊതുതെരഞ്ഞെടുപ്പിൽ ഈ നന്ദൻ നിലേകാനി ബാംഗ്ലൂർ സൗത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അന്ന് അവിടെ സിറ്റിംഗ് MP ആയിട്ടുണ്ടായിരുന്നത് BJPയുടെ അനന്തകുമാർ ആയിരുന്നു. BJPയുടെ അനന്തകുമാർ അദ്ദേഹത്തിനെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. അദ്ദേഹം വിജയിച്ചു, നന്ദൻ നിലേകാനി തോറ്റു. പക്ഷേ തോറ്റു കഴിഞ്ഞപ്പോൾ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തോറ്റ സ്ഥാനാർത്ഥിയായി തുടർന്ന് നിൽക്കാനുള്ള താല്പര്യമൊന്നും അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം രാഷ്ട്രീയം അപ്പോൾ തന്നെ വിടുകയുണ്ടായി. വീണ്ടും തിരിച്ച് 2017 അദ്ദേഹം തിരിച്ച് വീണ്ടും ഇൻഫോസിസിലെത്തി. ഇൻഫോസിസിലെത്താൻ കാരണം അന്ന് അദ്ദേഹം കൂടി വളർത്തിയെടുത്ത വലിയൊരു സ്ഥാപനത്തിന് പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടായി, മാനേജ്മെന്റ് ക്രൈസിസ് ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നന്ദൻ നിലേകാനി എന്ന ടെക്നോക്രാറ്റ് അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം അവിടെ എത്തി ആ കാര്യങ്ങളൊക്കെ വീണ്ടും പഴയ പോലെയാക്കി ശക്തമാക്കി ഭരണപരമായിട്ട് ഇൻഫോസിസിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം വീണ്ടും കുറേ കാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഉണ്ടായ 2-3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആധാർ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു. നന്ദൻ നിലേകാനി വാസ്തവത്തിൽ പ്രതിക്കൂട്ടിലായി എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന തരത്തിൽ വലിയ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിരെ ഉണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ സാങ്കേതികമായി അതിങ്ങനെയാണ്, അതൊരിക്കലും ഈ പറഞ്ഞ ആക്ഷേപങ്ങൾക്കൊന്നും ഇടയാക്കുന്നതല്ല എന്നെല്ലാം പറയുകയും സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചില നിയന്ത്രണങ്ങളോടുകൂടി, ഉപാധികളോടുകൂടി ആധാർ കാർഡിനെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തിരിച്ചറിയൽ കാർഡായി അംഗീകരിക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു രാഷ്ട്രീയ ഭാഗത്തുണ്ടായിരിക്കുന്ന വേറൊരു കാര്യം. പിന്നെ ഇൻഫോസിസിൽ അദ്ദേഹം ഇടപെട്ട സമയത്ത് അത് വലിയ വിവാദം ഉണ്ടാക്കിയെങ്കിലും പക്ഷേ ഇൻഫോസിസിൻ്റെ രക്ഷയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ച് ചെല്ലൽ എന്ന് ഉള്ളത് ബോധ്യപ്പെടുകയുണ്ടായി. അപ്പോൾ നന്ദൻ നിലേകാനി കോൺട്രവേഴ്സികളിലൊക്കെ ഉണ്ടായ ആളായിരുന്നെങ്കിലും അദ്ദേഹം ആ കോൺട്രവേഴ്സികളൊന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ആയിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. സാങ്കേതികമായി അദ്ദേഹം ഒരു തികഞ്ഞ ടെക്നോക്രാറ്റ് ആയിരുന്നു, രാജ്യസ്നേഹിയായ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇപ്പോൾ പുതിയ ഒരു സംവിധാനത്തിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന സമയത്ത് രാജ്യത്ത് അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അത് ഒരേ സമയം തന്നെ ഈ സാങ്കേതിക വിദ്യയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം ഈ ജെൻസി എന്ന് പറയുന്ന ആളുകൾക്കും വിശ്വാസ്യനാണ്. അതേസമയം ഈ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ, ഉത്തരവാദിത്തത്തോട് നിർവഹിക്കുന്നതിൽ അദ്ദേഹം പ്രഗത്ഭനാണെന്നൊരു കാര്യവും വ്യക്തമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. ഇമേജിംഗ് ഇന്ത്യ, ഐഡിയാസ് ഫോർ ദ ന്യൂ സെഞ്ചുറി, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര്. മറ്റൊന്ന് റീബൂട്ടിംഗ് ഇന്ത്യ, റിയലൈസിംഗ് ബില്യൺ ആസ്പിരേഷൻസ്. മറ്റൊന്ന് ആർട്ട് ഓഫ് ബിറ്റ്ഫുൾനെസ്, കീപ്പിംഗ് കാം ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. ഒക്കെ സാങ്കേതികമായ കാര്യങ്ങളിൽ ഉള്ള ഭാവി ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന പുസ്തകങ്ങളാണ്.
അദ്ദേഹത്തിന് രാജ്യം 2006 അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. ഫോബ്സ് ഇന്ത്യ പോലെയുള്ള വിദേശത്തെ ബിസിനസ് സ്ഥാപനങ്ങളെയും ആളുകളെയും തിരഞ്ഞെടുക്കുന്ന സ്ഥാപന സംവിധാനത്തിൻ്റെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഒട്ടേറെ ആഗോള സംഘടനകളുടെ അവാർഡുകളും ബഹുമതികളും ലഭിച്ചിരിക്കുന്ന നന്ദൻ നിലേക്കാനി അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭാരതത്തിൽ 22ഓളം ചോദ്യപേപ്പർ ചോർച്ചാ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോലും PSC പോലെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ ഏറെയാണ്. ഇങ്ങനെ രാജ്യത്തെ ഏത് പൊതുപരീക്ഷയ്ക്കും കുറ്റമറ്റതാക്കി നടപ്പിലാക്കുന്ന വേണ്ടിയുള്ള ഒരു സംവിധാനം ആസൂത്രണം ചെയ്യാൻ വേണ്ടിയുള്ള കർമ്മസമിതിയുടെ അധ്യക്ഷനായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ പ്രവൃത്തിയിൽ എല്ലാ ഭാവുകങ്ങളും ആശംസിക്കാം. നമസ്കാരം, വീണ്ടും കാണാം.